നമസ്കാരം. കേരളത്തിന്റെ തിരുട്ട് കുടുംബം ഏതെന്ന് ചോദിച്ചാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ കൈ ചൂണ്ടുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലേക്കാണ്. സഖാവ് പിണറായി വിജയന്റെയും കമല വിജയന്റെയും വീണ വിജയൻ എന്ന സീമന്തപുത്രിയുടെയും പേര് ഈ കൂട്ടത്തിൽ നിന്നും ഒഴിച്ചു നിർത്താനാവുന്നതല്ല. CMRL എക്സാലോജി കേസിൽ ഇടപെടാനുള്ള നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ ഈ കുടുംബത്തിന്റെ കുരുക്കുകൾ എല്ലാ അർത്ഥത്തിലും മുറുകി. അന്വേഷണം കൃത്യമായ ദിശയിൽ നടന്നാൽ വീണ മാത്രമല്ല, അച്ഛൻ പിണറായി വിജയൻ അടക്കം സകുടുംബമായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരിക. എന്നാൽ ഇവിടെ സകുടുംബം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അധികം എവിടെയും ഉയർന്നു കേൾക്കാത്ത ഒരു പേര് കൂടി ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. അത് മറ്റാരുടെയുമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബം പൂർണ്ണമാകണമെങ്കിൽ ആ ഒരു പേര് കൂടി ചേർത്തേ പറ്റൂ. മുഖ്യന്റെ പൊന്നോമന പുത്രൻ വിവേക് കിരണിന്റേതാണത്. രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്കും ചോരക്കളികൾക്കും പാവമണികളെ ഇട്ടുകൊടുത്ത ശേഷം വിദേശത്ത് ആഡംബര സൗകര്യങ്ങൾക്കിടയിൽ സുരക്ഷിതനാക്കി മാറ്റി നിർത്തിയ വിവേകിന്റെ പേര് അധികം ഒരിടത്തും ഇതുവരേക്കും ഉയർന്നു കേട്ടിരുന്നില്ല. എന്നാൽ പിണറായി വിജയന്റെ വിദേശയാത്രകളിൽ മകനുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചില അവിശുദ്ധ ഇടപാടുകളുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ ചില ശ്രുതികൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ മാസപ്പടി വിവാദത്തിൽ വീണ വിജയന്റെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് സംബന്ധിച്ച അന്വേഷണം നീളുമ്പോൾ അബുദാബിയിൽ സ്ഥിരതാമസമാക്കിയ പിണറായിയുടെ മകൻ വിവേക് കിരണിലേക്ക് കൂടി അന്വേഷണ സാധ്യതകൾ ചെന്നെത്തി. അബുദാബി ആസ്ഥാനമായുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിലെ UAE മീഡിയ സിറ്റിയിലെ എക്സാലോജിക് കൺസൾട്ടിങ്ങിന്റെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻ തുക നിക്ഷേപിച്ചതായി ഷോൺ ജോർജ് ആണ് ആദ്യം ആരോപണം ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ വിവേകിന്റെ പിന്നാമ്പുറ കഥകൾ തേടുമ്പോൾ G ശക്തിധരൻ കുറിച്ച ചില വരികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അതായത് വിവേക് കിരൺ ആരുടെ ദത്തുപുത്രനാണ് എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം കുറിച്ച ലേഖനത്തിൽ വിവേകിന്റെ പഠന കാലഘട്ടം മുതലുള്ള എല്ലാ അഴിമതികളും എണ്ണി തന്നെ പറയുന്നുണ്ട്. 2005 VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും വിവേകിന്റെ പേര് തന്നെയായിരുന്നു മുൻപന്തിയിൽ. 2005 വിവേക് UK ബർമിംഗ്ഹാമിൽ MBA പഠനത്തിനായി പോയ സമയത്തായിരുന്നു ഈ കത്ത്. ബർമിംഗ്ഹാമിലേക്ക് മകനെ പഠനത്തിന് അയക്കാനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്നാണ് അന്ന് VS ചോദിച്ചത്. ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും VS കത്തിലൂടെ ആവശ്യപ്പെട്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാനുള്ള 42 ലക്ഷം രൂപ ആര് നൽകി എന്നതായിരുന്നു VSന്റെ ചോദ്യം. 2,22,000 പൗണ്ട് ട്യൂഷൻ ഫീസായി നൽകിയാണ് വിവേക് അവിടെ പഠിച്ചത്. പഠനം പൂർത്തിയായപ്പോൾ 50 ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപയാണ് ചിലവായത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പി കണക്കെ വിദേശത്തേക്ക് പറക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ ഇത്രയേറെ പണം എവിടെ നിന്നും ലഭിച്ചു എന്നത് വീണ്ടും വീണ്ടും ചോദ്യമായി നിലനിന്നു. കുടുംബസ്വത്തല്ല എന്നത് നിശ്ചയം. പിന്നെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കണം. എന്നാൽ വിവേകിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പഠനത്തിൽ എത്രമാത്രം പിന്നിലായിരുന്നു അയാളെന്ന്. പിന്നെയുള്ളത് ബാങ്ക് വായ്പ എന്ന വഴിയാണ്. എന്നാൽ വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ലഭിച്ചില്ല എന്നാണ് അറിയാനാവുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റാരോ പണം മുടക്കി വിവേകിനെ സ്പോൺസർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ബർമിംഗ്ഹാമിലേക്ക് പോകുന്നതിന് മുൻപ് 3.5 ലക്ഷം രൂപ മുടക്കി PG ഡിപ്ലോമ ചെയ്തിരുന്നു വിവേക്. ഇതിനായുള്ള പണം ബാങ്ക് വായ്പ എടുത്തതിനും രേഖകളുണ്ട്. ഈ 3.5 ലക്ഷം പോലും വായ്പ എടുക്കേണ്ടി വന്ന വിവേകിന് ബർമിംഗ്ഹാമിലേക്ക് പോകാനുള്ള 50 ലക്ഷത്തോളം രൂപ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അതായത് മറ്റാരോ കൃത്യമായി പിണറായിയുടെ മകനെ ഏറ്റെടുത്തു എന്ന് സാരം. ചുരുക്കത്തിൽ ദത്തുപുത്രൻ. എങ്കിൽ ആരാണ് ആ കോടീശ്വരൻ? എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് വിവേകിന് വേണ്ടി ഇയാൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞത്? മാത്രമല്ല, വിവേകിന്റെ ബർമിംഗ്ഹാം യാത്രയിൽ സ്പോൺസർ കോളം ഫിൽ ചെയ്തിരുന്നില്ല. ഇങ്ങനെ അജ്ഞാതനായി നിന്നുകൊണ്ട് പിണറായിയുടെ മകനെ വളർത്തുന്ന ആ ദത്തുപിതാവ് ആരായിരിക്കും? എന്തായാലും വിവേകിന്റെ വിദേശവാസവും പിണറായി വിജയന്റെയും കമലയുടെയും വിദേശ പര്യടനങ്ങളുമെല്ലാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണിപ്പോൾ. പിണറായി വിജയന്റെ അമേരിക്കയിലെ ചികിത്സ പോലും ഇത്തരത്തിൽ കൂട്ടി വായിക്കപ്പെടേണ്ടത് തന്നെയാണ്.